മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഉയർന്നു പോന്നിട്ടുള്ളത് പറവൂരിലെ ഒരു യുവതി, പേര് വെളിപ്പെടുത്താതെ തന്നെ വെളിപ്പെടുത്തപ്പെട്ടതാണ്. ഞാൻ അതിന്റെ പേരൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അവർ രണ്ടാളുടെ പേര് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. വളരെ ഗൗരവമുള്ള ഒരു ആരോപണം സ്ത്രീപീഡനവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഉന്നയിച്ചിരിക്കുക. ആ ഉന്നയിക്കുന്നത് ഇപ്പോഴും ഉന്നയിക്കുന്നതല്ല. 1.5 വർഷം മുമ്പ് ഞാൻ പിതൃതുല്യമായിട്ട് കാണുന്ന പ്രതിപക്ഷ നേതാവിനോട് ഈ കാര്യം പറഞ്ഞിരുന്നു, നേരിട്ട് തന്നെ പറഞ്ഞിരുന്നു. കാരണം അവർ നാട്ടുകാരാണ്. അങ്ങനെ പറഞ്ഞതിന് ശേഷവും ഫലപ്രദമായ ഇടപെടൽ നടന്നില്ല എന്ന് മാത്രമല്ല, അതിനുശേഷമാണ് ഉയർന്ന പദവിയിലേക്ക് അദ്ദേഹത്തെ നിശ്ചയിച്ചത് എന്നുകൂടി ആ യുവതി പറഞ്ഞു വെക്കുക. വി.ഡി. സതീശൻ പറഞ്ഞു എന്ന് പറയുന്നത് ഞാൻ അപ്പോഴും തന്നെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു എന്നാണ്. എന്നാൽ മറുഭാഗം പറയുന്നത് എന്നോട് അങ്ങനെ പറഞ്ഞിട്ടേയില്ല എന്നാണ്. പിതൃതുല്യം സ്നേഹിക്കുന്ന നല്ല കുടുംബ ബന്ധമുള്ള ഒരു യുവതി സ്ത്രീപീഡനവുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രശ്നം പ്രതിപക്ഷ നേതാവിനോട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഒഴിയല്ല വേണ്ടത്. ശ്രദ്ധപ്പെടുത്തിയോ ഇല്ലയോ എന്നുള്ളത് ഇല്ല എന്നാണ് മറുഭാഗം പറയുന്നത്. 1.5 വർഷം എന്ന് പറയുന്നത് ചേലക്കര പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നതിനും മുമ്പാണ്. അപ്പോൾ ശരിയായ ഒരു നിലപാട് സ്വീകരിക്കാൻ പ്രതിപക്ഷ നേതാവ് കൂട്ടാക്കിയില്ല എന്നാണ് പറയാതെ പറയുന്നത്. ഇത് ഗൗരവതരമായ ഒരു പ്രശ്നമാണ്. സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങളോട് കോൺഗ്രസ് പാർട്ടിയും അതിന്റെ നേതൃത്വവും കാണിക്കുന്ന സമീപനത്തിന്റെ ഒരു സാമ്പിളായിട്ട് വേണം ഇതിനെ കാണാൻ. രാഹുൽ മാക്കൂട്ടത്തിൽ ഇപ്പോഴും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷന്റെ പദവി രാജിവെച്ചു. മറ്റൊരു യുവതി പത്രപ്രവർത്തക തന്നെയാണെന്നാണ് പറയുന്നത്. വാർത്ത വന്നു, ആളുകൾക്ക് കാണാൻ സാധിക്കുന്ന രീതിയിലാണ് അത് അവതരിപ്പിച്ചത്. കൃത്യമായ തെളിവുകളോടുകൂടിയാണ്. അത് ഗർഭചിത്രം ഉൾപ്പെടെയുള്ള പ്രശ്നം വെച്ചുകൊണ്ടാണ് ചർച്ച. അത് ഇപ്പോൾ മാധ്യമങ്ങളിൽ നിറഞ്ഞിരിക്കും. ഇങ്ങനെ വരുമ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷന്റെ പദവി ഒഴിഞ്ഞാൽ മതിയോ എന്ന കാര്യം കോൺഗ്രസ് ആണ് തീരുമാനിക്കുന്നത്. ഗൗരവപൂർണമായ പരിശോധന കോൺഗ്രസിന്റെ ഭാഗമായിട്ട് നടത്തണം എന്ന് തന്നെയാണ് എനിക്ക് അത് സംബന്ധിച്ചത്. ഫാത്തിമ തഹലിയ എന്ന യൂത്ത് ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി ഇപ്പോഴും കണ്ട ഒരു പോസ്റ്റിൽ രാഹുൽ മാങ്കൂട്ടത്തിന് എതിരായി വന്ന എല്ലാ പരാതികളും വിശ്വസനീയമാണ് എന്നാണ് പറഞ്ഞത്. ഞാനൊരു സ്ത്രീകളുടെ പ്രതികരണം ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി പറഞ്ഞു. വളരെ ഗൗരവമുള്ള ഈ പ്രശ്നത്തിൽ കോൺഗ്രസ് നേതൃത്വം KPCC പ്രസിഡന്റ് പ്രതികരിച്ചത് എന്നോട് ഒന്നും പറഞ്ഞിട്ടില്ല എന്നാണ്. സംഭവം 1.5 കൊല്ലം മുമ്പായതുകൊണ്ട് പറയാനും കേൾക്കാനും സാധ്യത ഉണ്ടായിട്ടുണ്ടാവില്ല എന്നുള്ളത്. പക്ഷെ അതുകൊണ്ട് അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ KPCC പ്രസിഡന്റിനും കോൺഗ്രസിനും സാധിക്കുന്നത്. ഇതാണ് പൊതുവായിട്ട് പറയാം. അതൊക്കെ കോൺഗ്രസ് തീരുമാനിക്കണം. വരട്ടെ, ഓരോരോ വിഷയങ്ങളായിട്ട് വരട്ടെ. വരുമ്പോൾ നമുക്ക് നോക്കിയിട്ട് പറയാം. അതിന്റെ ഓരോ അവസ്ഥ പരിശോധിച്ച് പറയാം. ഞങ്ങളിപ്പോ രാജി വെക്കണമെന്ന് മുദ്രാവാക്യം ഉയർന്നിട്ടുണ്ട്. അതിന്റെ കാരണം എന്താ പറഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ ഈ ക്ലിപ്പ് പുറത്തു വന്നിട്ടുണ്ട്. ഈ ആദ്യം പറഞ്ഞത് മാത്രമല്ല, രണ്ടാമത്തെ എബോർഷൻ ഉൾപ്പെടെയുള്ള പ്രശ്നം അതൊക്കെ പുറത്തു വന്ന പശ്ചാത്തലത്തിൽ എന്തു വേണം എന്നുള്ളത് അവർ തീരുമാനിക്കണം. ഇത് തെളിവായിട്ട് തന്നെ നിൽക്കുകയാണ് നമ്മുടെ ജനസമൂഹത്തിന്റെ മുമ്പിൽ. അല്ലാതെ കേവലമായ ഒരു ആരോപണം ഉന്നയിച്ചതല്ല, തെളിവ് നമ്മുടെ മുമ്പിൽ വന്നിരിക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത്തരത്തിലുള്ളൊരു MLA എന്താണ് ചെയ്യുക? അത് കോൺഗ്രസ്സുകാർ പറയട്ടെ, അതിനുശേഷം നമുക്കതിനെ സംബന്ധിച്ച് പ്രതികരിക്കാം. ഇപ്പോഴും ആ രീതിയിലുള്ള മുദ്രാവാക്യം ഉയർന്നു വന്നിട്ടുണ്ട്, വിവിധ മേഖലയിൽ നിന്നും ഉയർന്നു വന്നിട്ടുണ്ട്. അതെ, അല്ല, അതന്നെയാണ് ആ സ്ത്രീ പറഞ്ഞത്, ആ യുവതി പറഞ്ഞത്. 1.5 വർഷം മുമ്പ് ഞാൻ ഈ പ്രശ്നം ഉന്നയിച്ചിട്ട് പിതൃതുല്യം ഞാൻ കാണുന്ന കുടുംബ സുഹൃത്തുക്കളാണ്, ഇവരുടെ കുടുംബക്കാരെല്ലാം കാണുന്ന വി.ഡി. സതീശന്റെ ഭാഗത്തു നിന്ന് ഒരു പ്രതികരണവും അതിന്റെ ഭാഗമായിട്ടുണ്ടായില്ല എന്ന് മാത്രമല്ല, അതിനുശേഷമാണ് ഉയർന്ന സ്ഥാനത്തേക്ക് നിയോഗിക്കപ്പെട്ടത് എന്നുകൂടി അവർ പറയുന്നു. അപ്പോൾ അത് വളരെ വ്യക്തമാണല്ലോ.